പഠിച്ച റബ്ബേ നിങ്ങൾ ഒത്തു പറഞ്ഞില്ല. അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിലെ എല്ലാ ന്യൂസുകളാണല്ലോ ആദ്യം അറിയില്ലേ. ഇജ് പോത്താങ്കിരിയാണമാതിരി കീരികിരി വരാതെ കാര്യം പറഞ്ഞാ. കിരികിരിക്ക് വരെയല്ലോ കാക്ക. ഇന്ന് തൊട്ടാലും പിടിച്ചാലും തീവ്രവാദവും ഭീകരവാദവുമാണേ. അത് ഇന്നും ഇന്നലെ കേക്കൽ തുടങ്ങിയാണോ? താടി വെച്ച തീവ്രവാദി, തൊപ്പിയിട്ട തീവ്രവാദി എന്നീ തീവ്രവാദികളെ സംസാരമൊക്കെ തുടങ്ങിയിട്ട് കാലെത്രയായി? എന്താ ഇപ്പൊ പുതിയ പ്രശ്നം? ഒക്കെ സഹിക്ക. പണ്ടൊക്കെ നമ്മള് പത്രങ്ങളിലും ടിവികളിലും ആയിരുന്നല്ലേ വാക്കാളെ കേട്ടിനെ. ഇപ്പത്തെ സ്കൂളിലെത്തിക്കണേ ഈ വിവേചനങ്ങള്. എന്താ കാര്യം മനസ്സിലായില്ല മാനോ? ഒന്ന് പാടി വ്യക്താക്കി പറഞ്ഞ ജി. എറണാകുളത്തിൽ മതസ്ഥാപനം തുടങ്ങിയാണ്. ഹിജാബ് ധരിച്ചു വന്ന പെൺകുട്ടിയെ പുറത്താക്കി എത്ര. ഇന്നാലില്ല, നമ്മുടെ കുട്ടികൾക്ക് കാലങ്ങളെ ഉപയോഗിക്കേണ്ട തട്ടല്ലത്. എന്താ പ്രശ്നം എന്നാവല്ലേ? ഓരോ മൊന്ത ന്യായങ്ങളെ എല്ലാവരും പറയണേ സ്കൂൾ നിയമമാണ് ഇങ്ങനെ ഓരോന്നിന് കാരണം. അതന്നെ കാലം പോയൊരു പോക്കേ. ഇതൊന്ന് ആലോചിച്ച് എന്തൊരു സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞൂടെ നാടായിരുന്നു നമ്മള്. ഇപ്പൊ നോക്കി എല്ലാത്തിലും മതം കൂടി ചേർക്കാം. സർവത്തിലും നശിച്ചിക്കണേ. ഭക്ഷണത്തില്, രൂപത്തില്, വസ്ത്രത്തില് എല്ലാം മതം നോക്കിയിട്ടാണ് വേർതിരിവ്. കാലം പോയൊരു പോക്കേ. അതന്നെ ആചാരേ. എല്ലാവർക്കും വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടാവില്ലേ, അതുപോലെ ചെയ്തോട്ടെ നിൽക്കണം. അല്ലെ ഈ കോലം നോക്കി നിയമം വെച്ചിട്ടത്തെ കാര്യം അതന്നെ. എന്നിട്ട് ഈ സർക്കാർ പോലീസ് ഒന്നും മിണ്ടിയില്ല. എന്തുണ്ടാനേ? പ്രശ്നമായപ്പോ ഷോ കാണിച്ച എല്ലാവരും ഒന്നുകണ്. എന്നിട്ടോ ഓരോ ഡയലോഗ് അടിച്ച് ഒരു സ്ഥലവും കാലിയാക്കി. അതന്നെ ഇപ്പോഴത്തെ അവസ്ഥ. മൈക്ക് കൊണ്ടുണ്ടാവും ഒരു ലോഡ് പ്രസംഗിക്കാൻ. എന്നാലോ കാറ്റിന് കൊടുക്കുമ്പോ ഒരു കുട്ടീനെ അവിടെ കാണോ? ഒക്കെ സ്ഥലം കാലിയാക്കി ഉണ്ടാവും. അതന്നെ പേരിന് മാത്രം മതം മാത്രം സഹോദരി ഓല് പറയും. എന്നിട്ടോ മതങ്ങൾ തമ്മിൽ അടുപ്പിച്ച് ഓല് ലാഭം കൊയ്യും. ഇതല്ലേ നമ്മൾ കാലങ്ങളായി നടന്നു വരണേ. അതന്നെ അനക്കറിയാം മാനോ, എന്റെയൊക്കെ നല്ല കാലത്തന്നേ ലൗജിയാദേനെ. ഇപ്പൊ ലൗജിയാദ് അസ്തമിച്ചിക്കണ്. എന്താന്ന് എനിക്കറിയോ? ഒരു കാലത്തെ മുസ്ലിങ്ങളെല്ലാരും കൊണ്ട് ഒറ്റപ്പെടുത്തി. എന്നിട്ടോ കണക്ക് പരിശോധിച്ചപ്പോ മറ്റു മതസ്ഥരാണ് ഇതിനു മുന്നില്. അങ്ങനെ ലൗജിയാദ് അസ്തമിച്ചത്. അതന്നെ TV ചാനലുകളും സോഷ്യൽ മീഡിയ ഒക്കെ പ്രചരണമാക്കി അവിടെ മുസ്ലിമാണ് ഇല്ലാതായപ്പോൾ അപ്പൊ തുടങ്ങിയത് അവിടെ കെട്ടടങ്ങി. അനക്കറിയാം മാനോ, എത്ര എത്ര പാവങ്ങളറിയോ തീവ്രവാദത്തിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്നത്. അതൊരു തെളിവില്ലാതെയാണ് ഓലയിൽ കൊണ്ടുവരുന്നത്. അതന്നെ നിങ്ങളിപ്പോ പറഞ്ഞെന്തായാലും ശരിയാ. ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മ വന്ന് ഒരു നോട്ടീസ് കിട്ടി പറഞ്ഞത്രേ 2 കുട്ടികൾ വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കണേ. എന്നാലോ പള്ളി പൊളിച്ചോരും മദ്രസ പൊളിച്ചോരും ഇന്ന് സുഖമായിട്ട് നാട്ടിലൂടെ നടക്കുന്നുണ്ട്. അതന്നെ നമ്മളെ കുട്ടികൾ പഠിക്കണ സ്കൂളിൽ വരെ വേർതിരി വെത്തിത്തറ. വേർതിരി ബത്തിന്ന് തന്നെ കേൾക്കുമ്പോ മനുഷ്യന് വല്ലാത്ത ബേജാറാ. എത്ത് ബേജാറ്? ഒരു ബേജാറില്ല. ഒക്കെ സഹിക്കാചാരേ. ഇനിയുള്ള കാലം ഇങ്ങനെ തന്നെ പോവുള്ളൂ. എവിടെ തെരഞ്ഞാലും മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചിട്ടേ ഓല് നടക്കുള്ളൂ. പദ്ധതികൾ ഓല് ചെയ്യും. ആ CAയും NRC ഒന്നും മറന്നിട്ടില്ലല്ലോ. ഇപ്പൊ അത് അടുത്ത വന്നോളൂ SIR. അതന്നെ ആ സാധനത്തിന്റെ ഒരു ഫോം കുളിപ്പിച്ച് കുടുങ്ങി കിടക്കാനാണ്. എങ്ങനെ മറക്കാനാ ചങ്ങായ CAയും NRCയും ഒക്കെ? ഒരു കാലത്ത് ഇവിടെ എന്തൊക്കെ പുകലുകളായിരുന്നു. എന്നിട്ടോക്ക് ഇജിപ്പോ ആലോചിച്ചോക്ക്, CA NRC ഇപ്പൊ കാണുന്നുണ്ടോ? ഒക്കെ പക്ഷെ ഒന്നുണ്ട് കേട്ടോ, എങ്ങനെ തല കുത്തി മറിഞ്ഞാലും ചത്ത് പണിയെടുത്താലും വേണ്ടില്ല ഈ ഹൃദയ സമൂഹത്തെ ആർക്കും തകർക്കാൻ കഴിയില്ല. എല്ലാ മതസ്ഥരും ഒരു ഉമ്മ പറ്റതുപോലെ ജീവിച്ച മണ്ണായതേ. അത് പറഞ്ഞപ്പോഴൊരു സമാധാനം കിട്ടി. അല്ല ഈ കേൾക്കുന്ന വാർത്തകളൊക്കെ 1000-ൽ ഒരാൾ ചിന്തയല്ലേ? അപ്പൊ അതിലെന്നെ നമുക്ക് മനസ്സിലാക്കാലോ നമ്മൾ മരിക്കുമ്പോ ഒന്നായി തന്നെ മരിക്കുന്നേ. ഇൻഷാ അല്ലാഹ് അത് കേട്ടാതി എനിക്ക്. അതന്നെ ഇങ്ങനത്തെ അധ്യാപകരുള്ള സ്കൂളിൽ നമ്മുടെ മക്കളെ പഠിപ്പിച്ചാൽ നിൽക്കണ്ട. നമ്മുടെ മക്കളെന്നെ കേടാവുക. നമ്മളെ മക്കൾ കേടാവാൻ കാരണം നമ്മൾ തന്നെ അല്ലേ. നമ്മൾ കുറച്ച് ജാഗ്രത കാണിച്ചാലേ നമ്മളെ മക്കൾ ഇന്ന് നേരാവുള്ളൂ. ഇൻഷാ അല്ലാഹ് കാലം അതിന് മറുപടി കൊടുത്തോളൂ. അതെന്താ ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. മരിച്ചുമ്പോ ഇസ്ലാമിലായിട്ട് തന്നെ മരിച്ചാ അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്റെ മാള് കുട്ടികളെ കണ്ട് വന്നിക്കണേ. അതിന്റെ ഇടയിൽ ഞാൻ ബേക്കറി മേടിച്ച് അങ്ങോട്ട് വന്നതാ. എന്നാ ഞാൻ അങ്ങോട്ട് പോയാ കേട്ടോ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ദോർക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.